ഹലോ ഗായ്സ്, കണ്ണൂർ ട്രക്ക് കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് പുതിയൊരു വീക്ക് തുടങ്ങി. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച തീരാൻ നേരത്ത് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞ പോലെ തിങ്കളാഴ്ച രാവിലെ 3 മണിക്കായിരുന്നു സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വീഡിയോ ഒന്നും അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ല, കാരണം ഒന്നാമത്തെ കാര്യം ഇരുട്ടായിരുന്നു, പിന്നെ നല്ല തിരക്ക് പിടിച്ചുള്ള സ്റ്റാർട്ടിങ് ആയിരുന്നു. അതിൻ്റെ പിന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ബോർഡർ മീൻസ് ടൊറൻറ്റോ തിരക്കാവുന്നതിന് മുമ്പേ ക്രോസ് ചെയ്യണമായിരുന്നു. അതിനുവേണ്ടി ഓടിപ്പിടിച്ച് വരുമായിരുന്നു. അപ്പോൾ നമ്മൾ ഓടിപ്പിടച്ച് വന്നു, ഇതെല്ലാം ക്രോസ് ചെയ്തു, ടൊറൻറ്റോ എല്ലാം ക്രോസ് ചെയ്തു. നമ്മളിപ്പം നമ്മുടെ ഒഡേസ ഓൺ റൂട്ടിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ചായയൊക്കെ മേടിക്കാൻ വേണ്ടി, അപ്പം നമ്മൾ ടിമ്മിൽ നിന്ന് ഒരു ചായയോ റാപ്പൊക്കെ മേടിച്ചു. നമ്മൾ രാവിലെ തൊട്ടേ എവിടെയും നിർത്തിയില്ലായിരുന്നു, നമ്മൾ പെട്ടെന്ന് ടൊറൻറ്റോ ക്രോസ് ചെയ്യാനുള്ളതുകൊണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി വിടാൻ പോവാണ്. അപ്പം നമുക്ക് 12 മണിക്കാണ് അപ്പോയിൻമെൻറ്റ്. എന്തായാലും 12 മണിക്ക് അവിടെ എത്തിയില്ല. അപ്പോൾ നമുക്ക് എത്തുന്ന പോലെയൊക്കെ അവിടെ എത്തിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാം. അപ്പം ഇന്നിപ്പം തിങ്കളാഴ്ച ആയതുകൊണ്ട് വലിയ പാർക്കിംഗ് വലിയ തിരക്കൊന്നുമില്ല. കുറേ പാർക്കിംഗ് മൊത്തം ഓൾമോസ്റ്റ് കാലിയാണ്. പിന്നെ ഇതാണ് ടോ ട്രക്ക് വരുന്നത്. നമ്മുടെ ഇവിടെ ഈ ട്രക്കുകളൊക്കെ ബ്രേക്ക് ഡൗൺ ആയി കഴിയുമ്പോൾ ടോ ചെയ്യുന്ന ട്രക്കിൻ്റെ ടോ ട്രക്കാണിത്. നല്ല ഹെവി പവറുള്ള എൻജിനൊക്കെയാണ് ഇതിന്. ഇപ്പോൾ പുറകിൽ അതിൻ്റെ ഒരു ട്രക്ക് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. അത് കുക്ക് ചെയ്യാനെങ്ങാണ്ട് വന്നതാണ്. അത് ടോ ചെയ്തുകൊണ്ട് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പം രാവിലെ തുടങ്ങിയോണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് ചായയൊക്കെ കുടിച്ചങ്ങ് പോവാം. ബാക്കി നമുക്ക് ഓൺ ദ വേ കാണാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലെത്തി. അത് കുറച്ച് കോമഡി ആയിരുന്നു. 12 മണിക്കത്തെ അപ്പോയിൻമെൻ്റാണ്. നമ്മൾ രാവിലെ പറഞ്ഞാണ് 12 മണിക്ക് എന്തായാലും എത്തുമല്ലെന്നുള്ള കാര്യം, കാരണം നമ്മൾ 3 മണിക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ടൊറൻറ്റോ എല്ലാം ക്രോസ് ചെയ്തിട്ട് ഇവിടെ എത്തണം. അതെന്തായാലും പറ്റിയെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പം 11:45 വരെ ഒരനക്കമില്ലായിരുന്നു. 12:45 ആയി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കമ്പനിയിൽ നിന്ന് മെസ്സേജ് അയക്കുന്നു. അവർക്കറിയാം നമ്മുടെ വണ്ടി എക്സാക്റ്റ് ആയിട്ട് എവിടെയാണ് ഉള്ളതെന്ന്. എങ്കിലും അവർ മെസ്സേജ് അയക്കുന്നു, ഓൺ ട്രാക്ക് ടു ഡെലിവർ ബൈ 12 മണിന്ന്. ഞാൻ പറഞ്ഞു പറ്റിയല്ല, ഞാൻ 2.5 മണിക്കൂർ ദൂരെയുള്ള സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നു, അത് നീ രാവിലെ തൊട്ട് ഇൻഫോം ചെയ്തില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ രാവിലെ വരുന്ന സമയത്ത് ഞാൻ ഇൻഫോം ചെയ്താന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് നീ വെർബലി പറഞ്ഞാൽ പോരാ, ഇതിൻ്റെ അകത്ത് നമ്മുടെ സാറ്റലൈറ്റിൻ്റെ അകത്ത് മെസ്സേജ് അയക്കണമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ അവരോട് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞ എത്തിയായിരുന്നു, ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ സാറ്റലൈറ്റ് അയക്കണമെങ്കിൽ ഞാൻ അയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ETA 2:30 തൊട്ട് 3:30 വരെയാന്ന് പറഞ്ഞു. ഞാൻ 2:30 3 മണിക്കുള്ളിൽ അവിടെ എത്തിക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും അവരൊന്ന് മഴയായി. അപ്പോൾ മഴ ആയി കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു, പ്ലീസ് ഒന്ന് 2:30 മുമ്പ് എത്തിക്കാവോ, ഇല്ലെങ്കിൽ അവർ മറ്റേ ലേറ്റായിട്ട് ഡെലിവറി ചെയ്യുന്നതിന് ചാർജ് ചെയ്യുമെന്നൊക്കെ. അതൊക്കെ ചുമ്മാ തട്ടി വിടുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, ഓക്കെ എന്നാൽ പിന്നെ ഞാൻ പോയി ആദ്യം നോക്കട്ടെ, 2:30 മുമ്പ് അവിടെ എത്തിക്കാൻ പറ്റുമെന്ന്. ഞാൻ എണ്ണ അടിക്കാൻ വേണ്ടി ഇരുന്നാൽ ഇപ്പോൾ ഞാൻ എണ്ണ അടിക്കുന്നില്ല, ഡെലിവറിക്ക് ശേഷം ഞാൻ എണ്ണ അടിച്ചോളാമെന്ന് പറഞ്ഞു. ഞാൻ ശ്രമിക്കാം, പക്ഷേ എത്തുമോ ഇല്ലയെന്ന് ഉറപ്പില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ നമ്മൾ ഒരുവിധം കറങ്ങി പിടിച്ച് ഇവിടെ നിർത്താണ്ട് അടിച്ചും വിട്ട് ഇവിടെ ഓൾമോസ്റ്റ് വന്ന് 2:31 ആയപ്പോൾ നമ്മൾ ഇവിടെ എത്തി. നമ്മൾ എത്തി എന്നുള്ള അറൈവറ്റ് കൺസൈനി എന്നുള്ള ഇത് കൊടുത്ത് പിന്നെ നമ്മൾ ഓൾറെഡി മറ്റേ നേരെ പോയി സെക്യൂരിറ്റീൻ്റെ അടുത്ത് ചെക്കിൻ ചെയ്തു. പുള്ളിക്കാരൻ പെട്ടെന്ന് തന്നെ ഡോക്കിലോട്ട് വന്നു. നേരെ ഡോക്കിലിട്ടു. അപ്പം തന്നെ അവർ പേപ്പറും സൈനിട്ട് വന്നു. ഓൾറെഡി അൺലോഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇനിയിപ്പോൾ നമുക്ക് അധികം സമയമൊന്നും ഉണ്ടാവില്ല. നമുക്ക് നേരെ പോയി ഷട്ട് ഡൗൺ ചെയ്യാനുള്ള സമയം ഉണ്ടാവുള്ളെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഇന്ന് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. ഫുൾ അടിച്ചും വിട്ടുള്ള ഓട്ടമായിരുന്നു രാവിലെ തൊട്ടേ. അപ്പോൾ ഈ കമ്പനിയെ ആസ്യൂഷൻ നിങ്ങൾക്ക് അറിയാവുന്ന അത് തന്നെയാണ്, നമ്മുടെ റോണേൻ്റെ വെയർ ഹൗസ്. ഇതതിൻ്റെ ബാക്ക് സൈഡിലുള്ള 3 ഡോക്ക് അതിലൊന്നിലാണ് കിടക്കുന്നത്. ഇതതിൻ്റെ ബാക്ക്. നമ്മൾ അതുവഴിയാണ് വരുന്നത് ഇങ്ങോട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ എന്തായാലും ഒന്ന് തലയൊന്ന് തോർത്തിട്ട്, ഇവിടെ ആണെങ്കിൽ നല്ല മഴയാണ്, അല്ലെങ്കിൽ പോലെ പനിയെല്ലാം വന്നു കഴിഞ്ഞാൽ അത് പറയും. അപ്പോൾ ഞാൻ തല ഓർത്തട്ടെ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞു. നമ്മൾ കമ്പനി ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോൺട്രിയൽ സിറ്റിക്കകത്ത് പോയി പിക്കപ്പ് ഒന്നും ചെയ്യാൻ സമയമില്ല.
അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഷട്ട് ഡൗൺ ചെയ്യാൻ പോകാമെന്ന്. അപ്പോൾ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി നമ്മൾ പണ്ട് എപ്പോഴും ഈ ക്യൂബക് സൈഡിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ എപ്പോഴും കിടക്കുന്ന ഒരു ഐർവിംഗ് 24 എന്ന് പറഞ്ഞിട്ടൊരു ട്രാവൽ സെൻറ്റർ ഉണ്ട്. ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ അപ്പുറത്ത്. അപ്പോൾ നമ്മൾ അവിടെയാണ് പോയി കിടക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഈ മോണ്ടറിയോ സിറ്റിൻ്റെ അകത്തൊന്നും പാർക്കിംഗ് കിട്ടിയല്ല, അല്ലെങ്കിൽ ഈ അടുത്തൊന്നും പാർക്കിംഗ് ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. എന്നിട്ട് നമുക്ക് അവരെന്താണ് ലോഡ് റെഡിയാക്കുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് നാളെ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോവാം. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നമ്മളെപ്പോഴും പണ്ട് കടന്നുകൊണ്ടിരുന്ന ട്രക്ക് സ്റ്റോപ്പിലെത്തി. ഈ ഒരു ഐർവിംഗ് 24 എന്ന് പറഞ്ഞിട്ടൊരു ട്രക്ക് സ്റ്റോപ്പാണ്. അതിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ട്രക്ക് സ്റ്റോപ്പാണ്. നമ്മുടെ ഹൈവേ 20 വരുന്നത്, ഓട്ടോ റൂട്ട് 20 വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 45-50 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇങ്ങോട്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഭാഗത്ത് നമുക്ക് മോണ്ടറിയോ സിറ്റിൻ്റെ ഭാഗത്ത് ട്രിപ്പ് കിട്ടിയല്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് പിക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയി കിടക്കായിരുന്നു. പക്ഷേ അത് ഞാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടെ പിന്നെ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് കയറി പോകാനും ഒരു താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് തന്നെ വരാമെന്ന് വിചാരിച്ചു. നാളെ രാവിലെ അവിടെ പോയി ലോഡ് പിക്ക് ചെയ്യാം. അപ്പം നമ്മൾ നേരെ ഇവിടെ വന്ന് കടന്നു. അപ്പോൾ നമ്മൾ ട്രെയിലറൊക്കെ ഒന്ന് ക്ലീൻ ആക്കി. അപ്പോൾ അതിൻ്റെ അത് ചെറുതായിട്ടൊരു ബ്ലാക്ക് സ്പോട്ടൊക്കെ ഉണ്ട്. അറിയില്ല, നാളെ ഇപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അവർ ലോഡ് ചെയ്ത് തന്നാൽ മതിയായിരുന്നു. അപ്പോൾ നാളെ രാവിലെ 7 മണിയാകുമ്പോൾ അവർ ഓപ്പൺ ആകും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു 7 മണിക്ക് മുമ്പേ അവിടെ എത്തുന്ന രീതിയിൽ പോകാമെന്നൊക്കെയാണ് ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും നമ്മൾ ഇന്ന് നേരത്തെ എണീറ്റുകൊണ്ട് നല്ല ഉറക്കവും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് കിടക്കാം. എന്നിട്ട് നാളെ രാവിലെ എണീറ്റ് പെട്ടെന്ന് പോകാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നാളെ രാവിലെ ലോഡ് പിക്ക് ചെയ്താൽ മിക്കവാറും നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് വിൻസർ എത്താൻ പറ്റും. അറ്റ്ലീസ്റ്റ് ലണ്ടനിലെങ്കിലും എത്താൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മുടെ ഇന്ന് പിന്നെ അധികം വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. മൊത്തത്തിൽ തിരക്ക് പിടിച്ചുള്ള ഓട്ടമായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി ഇനി നാളെ നമുക്ക് വീഡിയോ പിടിക്കാം. അപ്പം ഇതാണ് നമ്മൾ കിടക്കുന്ന ട്രക്ക് സ്റ്റോപ്പ്. നമ്മുടെ ഇവിടെയൊക്കെ ഓൾറെഡി ട്രക്കുകൾ വന്ന് കിടന്നു, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട്. അത്യാവശ്യം വലിയ പമ്പാണ്. ഈ സൈഡിലോട്ട് നമ്മൾ കിടക്കുന്ന ഇങ്ങോട്ടും അങ്ങോട്ടും കുറേ പാർക്കിംഗ് ഉണ്ട്. പിന്നെ മുമ്പിൽ അവിടെ കുറേ പാർക്കിംഗ് ഉണ്ട്. ആ പമ്പിൻ്റെ പുറകു സൈഡിലായിട്ട് കുറേ പാർക്കിംഗ് ഉണ്ട്. ഇവിടെയൊക്കെ അടുപ്പിച്ചിടാൻ സ്ഥലമുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അത്യാവശ്യം എപ്പോൾ ഏത് പാതിരാത്രി വന്നാലും അത്യാവശ്യം പാർക്കിംഗ് കിട്ടും. അപ്പം അതാണ്. ഇനിയിപ്പോൾ കുറച്ച് കാലം നമ്മൾ ഇവിടെയൊക്കെ ആയിരിക്കും കിടക്കുന്നത്, ഇനിയിപ്പം PR കാർഡ് കിട്ടുന്നവരെ. എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ കർട്ടനൊക്കെ ഇട്ടിട്ട് വല്ല ഫോണിൽ കുത്തി ഇരിക്കാം കുറച്ച് നേരം, എന്നിട്ട് പെട്ടെന്ന് കിടക്കാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഓട്ടോ റൂട്ട് 20 ഒരു ഐർവിംഗ് 24 എന്ന് പറഞ്ഞ ഒരു ട്രക്ക് സ്റ്റോപ്പിലാണ് നമ്മൾ കടന്നത്. രാവിലെ 7 മണിക്കോട്ടാണ് അവിടെ പിക്കപ്പ് പറയുന്നത് യൂഷ്വലി. അപ്പോൾ പിന്നെ ഞാൻ അതിന് കണക്കായി ഒരു 5:15 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ആസ് യൂഷ്വൽ നമ്മൾ ഉറങ്ങിപ്പോയി. എന്നാലും ഇന്നലെ കുറേ കാലത്തിന് ശേഷം വണ്ടിയെ കടന്നിട്ട് ഒരു 7 മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ ഉറങ്ങി. ഒരു 8 മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ ഉറങ്ങി. അപ്പം അത് കഴിഞ്ഞ് പോയി നമ്മൾ വാഷ്റൂമിലെല്ലാം പോയി ഒന്ന് ഫ്രഷായി. പിന്നെ ഇവിടുന്ന് ടിമോട്ടൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. അവിടെ നിന്ന് ഒരു കാപ്പിയൊക്കെ മേടിച്ചു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടാൻ പോവാണ്. ഇവിടുന്ന് 1 മണിക്കൂർ ദൂരമുണ്ട്. അപ്പോൾ അതാണ് ആ പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലോ ബ്രിഡ്ജും കുറച്ച് ഷാർപ്പ് ടേണും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അതാണ് ഈ വള്ളി. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോവാം. എന്നിട്ട് അവിടെ പോയി ലോഡ് പിക്ക് ചെയ്തിട്ട് നേരെ വിൻസറിലോട്ട് അടിച്ചു പോവാം. എങ്ങനെ കയറി പോകുന്നു ദൈവത്തിനറിയാം. എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ സമർപ്പിച്ചിട്ട് അങ്ങ് പോവാം. ബാക്കിയെല്ലാം ദൈവം നോക്കിക്കോളും. അതാണ്, ഇതേപോലെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കില്ല, കണ്ണു അടച്ച് വളയ്ക്കലാണ്. ബാക്കി ദൈവം നോക്കിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതിപ്പം നിങ്ങൾ കണ്ടറിയാൻ പറ്റും. ഇന്നലെ നമ്മൾ വന്നപ്പോൾ പാർക്കിങ്ങിൽ വലിയ വണ്ടികളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഫുള്ള് പാർക്കിങ്ങിൽ വണ്ടികളായി. മുമ്പിൽ കാർ പാർക്കിങ്ങിലൊക്കെ വണ്ടി കയറ്റിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രെയിലറിൻ്റെ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പം വിടുവാണ്. അപ്പം പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ട്രെയിലർ ഭയങ്കര ഡ്രൈ ആയിട്ട് വേണം.
ഇപ്പോഴാണെങ്കിൽ മഴയും പെയ്യുന്നുണ്ട്. നമ്മൾ ട്രെയിലറാണെങ്കിൽ കുറച്ച് പഴയ ട്രെയിലറും കൂടി എന്താവും എന്നറിയില്ല. അതിൻ്റെ അകത്ത് അവിടെ ഇവിടെയൊക്കെ ലീക്ക് വല്ലതും ഉണ്ടെങ്കിൽ പ്രശ്നമാകും. അത് ട്രെയിലർ റിജക്റ്റ് ചെയ്ത് കളയും. എന്തായാലും നമുക്ക് നോക്കാം. അത്യാവശ്യം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് നടന്ന് വന്ന് പേപ്പർ വെച്ചിട്ടൊന്ന് മൊത്തത്തിൽ ഒന്നും കൂടെ ഒന്ന് തുറത്തി വൃത്തിയാക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കെന്തായാലും ഇവിടുന്ന് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഓടി പിക്കപ്പ് ലൊക്കേഷനിലെത്തി. അപ്പം ഇവിടെ വരുന്ന വഴിക്കായിരുന്നു ഒരു പണി കിട്ടിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സിഗ്നലിൽ നിന്നാണ് കമ്പനീൻ്റെ ഉള്ളിലോട്ടുള്ള എൻട്രൻസ് വരുന്നത്. അപ്പോൾ അവിടെയായിട്ടാണ് ആ ഒരു സിഗ്നൽ വരുന്നത്. അപ്പം ഞാൻ അവിടെ വന്ന് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ പോലീസ് ഇരിക്കുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേനും സിഗ്നൽ വർക്കാവുന്നില്ല. അപ്പോൾ ആ പോലീസ് കൊണ്ടുവന്നിട്ട് നടുഭാഗത്തായിട്ട് എല്ലാ സൈഡിലും സ്റ്റോപ്പ് ബോർഡ് വെച്ചിരിക്കുന്നു. ഇപ്പം നമ്മുടെ ഇത്രയും വലിയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഇപ്പുറത്തെ ലൈനിൽ കൂടെ കയറാണ്ട് നമുക്ക് തിരിക്കാൻ പറ്റിയല്ല. ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഒരു ബസ് ഓടിക്കുന്ന ഒരു പെണ്ണുങ്ങൾ അവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞ് കിട്ടാഞ്ഞിട്ട് അവിടെ ഇറങ്ങിയിട്ട് ആ സ്റ്റോപ്പ് ബോർഡ് എടുത്ത് മാറ്റി വെച്ചിട്ട് പെണ്ണുങ്ങൾ തിരിച്ചെടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോഴത്തേനും എനിക്ക് ഒരു ഐഡിയ കിട്ടി. ഞാൻ അവിടെ അതിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് എൻ്റെ ഫോർവേഡ് ഫ്ലാഷ് ഇട്ട് നിർത്തി. ഞാൻ ആ പുറത്തിറങ്ങി സ്റ്റോപ്പ് ബോർഡ് എടുത്ത് മറ്റേ ലൈനിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഞാൻ മൊത്തത്തിൽ കറക്കി ഞാൻ ഉള്ളിലോട്ട് കയറ്റി ആ ഒരു എൻട്രൻസിൽ കയറ്റി നിർത്തിയിട്ട് പിന്നെ വന്നിട്ട് ആ സ്റ്റോപ്പ് ബോർഡ് എടുത്ത് അവിടെ വെക്കുക ചെയ്ത്. പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത് 4 ആക്സിൽ ട്രെയിലറാണ്. അതല്ല മറ്റേ നമ്മുടെ നോർമൽ ട്രെയിലറോ അല്ലെങ്കിൽ ട്രൈ ആക്സിലോ വല്ല ആണെങ്കിൽ ടയർ കുറച്ച് മുമ്പോട്ട് ഇട്ടിട്ട് നമുക്ക് ഓടിച്ചെടുക്കാമായിരുന്നു. അത് പറ്റിയല്ല. നമ്മുടെ 4 ആക്സിൽ ആയതുകൊണ്ട് ഫിക്സഡ് ആയിട്ടുള്ള ടയറാണ് വരുന്നത്. മീൻസ് ആക്സിൽസാണ് വരുന്നത്. സ്ലൈഡ് ചെയ്യാൻ പറ്റിയല്ല. അപ്പോൾ അങ്ങനെയായിരുന്നു. എന്നിട്ട് ഒരുവിധം ഷാർപ്പായിട്ട് ടേൺ ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ ഞാൻ കഴിഞ്ഞിട്ട് വന്ന മറ്റേ നോർമൽ ട്രെയിലറും കൊണ്ട് ഉള്ളതും പിന്നെ ഇവിടുത്തെ ട്രക്കുകാരൊക്കെ സുഖമായിട്ട് അതിൻ്റെ അകത്തൂടെ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ അവരുടെ എല്ലാം നോർമൽ ട്രെയിലറായിരുന്നു. അതുകൊണ്ട് പിന്നെ അവർക്ക് കുറച്ച് ഷാർപ്പായിട്ട് ടേൺ ചെയ്തെടുത്താൽ, അതും ഡേ ക്യാബൊക്കെ ആയതുകൊണ്ട് ഷാർപ്പായിട്ട് ടേൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് കിട്ടും. പക്ഷെ നമുക്ക് അതേപോലെ കിട്ടിയല്ലോ, അതാണ് പ്രശ്നം. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിവേ നമുക്ക് നോക്കാം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഡോക്കിൽ കൊണ്ടായി ചെക്കിൻ ചെയ്തിട്ട് ഡോക്കിൽ കൊണ്ടായി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അവർ ഡോക്ക് പറഞ്ഞു അവിടെ ഇത് ഇട്ടിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി അവർ ട്രെയിലർ റിജക്റ്റ് ചെയ്യാണ്ട് ലോഡ് ചെയ്യാം, ഐ ഹോപ്പ്. കാരണം ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പം അവർ ചെക്കിൻ ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ അകത്ത് കയറി മൊത്തത്തിൽ ക്ലീൻ ആക്കുകയൊക്കെ ചെയ്തു. മൊത്തത്തിൽ അല്ല, ജസ്റ്റ് പേപ്പർ വെച്ചിട്ട് അവിടെ വെള്ളം പോലെ ഇരിക്കുന്നതൊക്കെ ജസ്റ്റ് ക്ലീൻ ആക്കി. വലിയ കുഴപ്പമില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇതുവരെ കമ്പനിയൊന്നും പറഞ്ഞിട്ടില്ല. മിക്കവാറും നേരെ മിൻസറിലോട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ ഇവിടുന്ന് ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറയാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. കാരണം ഞാൻ ഇത് ഇപ്പോൾ ആ ഡോക്കിലിട്ടിട്ട് അവരാദ്യം പറഞ്ഞാൽ ഡോക്ക് നമ്പർ 16 ഇടാനായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ക് നമ്പർ 16 ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വരെ ഞാൻ വെയിറ്റ് ചെയ്തു. 10 അല്ല, ഒരു 15 മിനിറ്റിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്തു. അപ്പോൾ അവർ സാധനം ഇതുവരെ ലോക്കാക്കിയില്ല. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ ഞാൻ നോക്കുമ്പോഴത്തെ നമ്മുടെ ഷിപ്പർ എൻ്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ വിചാരിച്ച് സീനായി, ട്രെയിലർ റിജക്റ്റ് ചെയ്തെന്ന്. കാരണം ഇവിടുന്ന് ട്രെയിലർ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ പറയും ഈ ട്രെയിലർ കൊണ്ടായി മാനറ്റോളിനെ കൊണ്ടായിട്ട് അവിടുത്തെ നമ്മുടെ ട്രെയിലർ കിടപ്പുള്ള അതൊക്കെ എടുത്തുകൊണ്ട് വരാനൊക്കെ, അതൊക്കെ വള്ളിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു സീനായെന്ന് വിചാരിച്ചു. പക്ഷെ പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു അവരുടെ 15ാമത്തെ ഡോക്കിൻ്റെ എന്തോ ഇഷ്യൂ ആയിട്ടുണ്ട്, അതുകൊണ്ട് ട്രെയിലർ മാറ്റി ഡോക്ക് നമ്പർ 15 ഇടാൻ പറഞ്ഞു.
അപ്പോൾ ഞാൻ 15-ൽ ഇപ്പോൾ ഇട്ടു. ഇപ്പോൾ അവർ ലോക്ക് ചെയ്തു. അകത്ത് പോയി ചെക്ക് ചെയ്യുകയാണ്. ഫിംഗേഴ്സ് ക്രോസ്ഡ് ഒരു കുഴപ്പം ഉണ്ടാവാണ്ടിരുന്നാൽ മതിയായിരുന്നു. കാരണം ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് ഇവിടെ നല്ല മഴയായിരുന്നു. വെയിലാണെങ്കിൽ കുഴപ്പമില്ല, ഈവൻ എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ പോലും അറിയില്ല. പക്ഷേ ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ട് ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ലീക്കുള്ളപ്പോൾ അറിയും. ലീക്കല്ല, ഇത് നമ്മുടെ പഴയ ട്രെയിലർ ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു ഈർപ്പം പോലെ ഉണ്ടാവും. ഞാൻ ലീക്കൊക്കെ നോക്കിയായിരുന്നു, ലീക്കൊന്നും വലിയ കുഴപ്പമില്ല. വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ ഈ മോട്ടോർ സിറ്റിക്കകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമെന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. എന്തായാലും നമുക്ക് നോക്കാം അവരെന്താണ് ചെയ്യുന്നതെന്ന്. ഹോപ്പ്ഫുള്ളി ദൈവമേ കാക്കടേ. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മളെ ലോഡിങ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പം നമ്മൾ ലോഡിങ് കഴിഞ്ഞ് ഓൾമോസ്റ്റ് കഴിഞ്ഞപ്പോൾ അതിന് നമ്മുടെ കമ്പനിയിൽ നിന്ന് നമുക്ക് ഫോൺ വന്നു. അവർ പറഞ്ഞു വേറെ ലോഡ് മാറ്റിയാണ് കയറ്റിയത്, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. പറഞ്ഞു ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ പിന്നെ നീ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പോയ പേപ്പർ മേടിച്ചുകൊണ്ട് വന്നു. പേപ്പറിൻ്റെ പിക്കപ്പ് നമ്പറൊക്കെ ഞാൻ ഒന്ന് കൊടുത്ത് കറക്റ്റാണ്. പിന്നെ ഞാൻ പേപ്പർ വർക്ക് അവർക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ അവർ പറഞ്ഞു ഒരു കപ്പിൾ ഓഫ് മിനിറ്റ് വെയിറ്റ് ചെയ്യുക, അവർ പറയാമെന്ന് പറഞ്ഞു റിപ്ലൈ. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഒരു 2 മിനിറ്റ് മുമ്പ് അവർ എല്ലാം ഓക്കെയാണ്, സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പം അവർ നമ്മുടെ ഓൾറെഡി ഇത് മാറ്റി നമ്മളോട് ഡെലിവറി അല്ല, നേരെ മിലിട്ടണിയാർഡിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ നമുക്കിത് നേരെ മിലിട്ടണിയാർഡിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണം. എന്നിട്ട് തിരിച്ച് കിബക്കിലോട്ട് തന്നെ ഏതെങ്കിലും ലോഡ് കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്ന്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോകാം. ഇവിടെ ആണെങ്കിൽ മൊത്തം ഇനി ടൈറ്റ് സ്ഥലത്തൂടെ പോകണമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അതാണ് ഭ്രാന്താവുന്നത്. എന്തായാലും നമുക്ക് പോയല്ലേ പറ്റും. എന്തായാലും നമുക്ക് നോക്കാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഇവിടെ കോൺവാളിലെ പെട്രോൾ പാസിലെത്തി. നിങ്ങൾ നേരത്തെ കണ്ട പോലെ നമ്മൾ പെട്ടെന്ന് തന്നെ എണ്ണ അടിച്ചു. മീൻസ് 1/4 ടാങ്ക് ആയായിരുന്നു. അത്യാവശ്യം 560 ലിറ്റർ എണ്ണ കയറി 2 ടാങ്കിലും കൂടെ ചേർന്ന്. അപ്പോൾ നമ്മൾ എണ്ണ അടിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടുകയാണ്. രാവിലെ അവിടുന്ന് ഡിമോട്ടൻസിൽ നിന്ന് ചായ മേടിച്ചുകൊണ്ട് ഇപ്പോൾ വലുതായിട്ട് ചായ കുടിക്കണമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഡിമോട്ടൻസിൽ നിന്നൊന്നും മേടിക്കുന്നില്ല. നമ്മൾ ഇവിടുന്ന് വിടുകയാണ്. ബില്ലൊക്കെ മേടിച്ചു. അപ്പോൾ നമ്മൾ ഒരു ആൽപൈൻ എന്ന് പറഞ്ഞിട്ടുള്ള മലയാളികളുടെ ഒരു കമ്പനിയുടെ ഒരു വണ്ടി ഇവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു ഡ്രൈവർ ഇറങ്ങി വന്നപ്പോൾ ഞാൻ കണ്ടപ്പോഴേ അറിയാം ഒരു മലയാളിയാണ്. അപ്പോൾ ഞാൻ പോയി സംസാരിച്ചു. അപ്പോൾ അവൻ ഇടുക്കിക്കാരനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ആൽപൈനിൽ ഒരു 2 വർഷമായിട്ട് ജോലി ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ ക്യാമറ എടുത്തില്ലായിരുന്നു. ക്യാമറ എടുത്തിരുന്നെങ്കിൽ കാണിക്കായിരുന്നു. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ലക്ഷ്യം നേരെ മിലിട്ടണിയാർഡ്. അവിടെ എത്തുമ്പോഴത്തേനും ഒരു തിരക്കാവും, പീക്ക് ടൈം ആവും. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഹലോ ഗൈസ്,
അങ്ങനെ നമ്മൾ യാർഡിലെത്തി, നമ്മുടെ ടൊറൻറ്റോയിലുള്ള മിൽട്ടണിലുള്ള യാർഡിൽ. അപ്പം നിങ്ങൾ നേരത്തെ കണ്ട പോലെ നമ്മൾ ട്രെയിലറൊക്കെ പാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ മറ്റേ ബോക്ടൈലായിട്ട് ട്രക്കുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം. അപ്പം നമ്മൾ കമ്പനിയിൽ നിന്ന് ലോഡ് ഓഫർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ട ലോഡ് ഇപ്പം മിഷിഗണിൽ എത്തിയതേ ഉള്ളൂ. അപ്പം അത് കാനഡയിൽ നമ്മുടെ വിൻസറിലുള്ള യാർഡിലെത്തണം. എന്നിട്ട് അവിടുന്ന് ഒരു ലോക്കൽ ഡ്രൈവർ അതെടുത്ത് ഇവിടെ കൊണ്ടുവരണം. എന്നിട്ട് വേണേൽ അത് നമ്മൾ ഇവിടുന്ന് നമ്മുടെ ക്യൂബക്കിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പം അത് എന്തായാലും ഇവിടെ എത്തുമ്പോഴത്തെ ഒരു നേരമാവും. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ 10 മണിക്കൂർ ഓഫ് എടുത്തിട്ട് നാളെ രാവിലെയാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു 4 മണിയെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. ഇവിടുന്ന് ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ സമയമുള്ളൂ. അപ്പോൾ പിന്നെ ഒരു രാവിലെ 10 മണിയൊക്കെ ആകുമ്പോഴത്തെ അവിടെ എത്താമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് കിടക്കാം, എന്നിട്ട് നമുക്ക് രാവിലെ എണീക്കാം. അപ്പോൾ ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.